നമുക്കിന്ന് സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റ് എന്നുള്ള കാര്യമാണ് നമുക്ക് പറയാനുള്ളത്. സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റ് എന്നതാണ് നമ്മുടെ അടുത്ത ടോപ്പിക്. സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റ്. ലൈറ്റ് അറ്റ്മോസ്ഫിയറിൽ കൂടെ പോകുമ്പോൾ ചില പാർട്ടിക്കിളിൽ തട്ടി അതിൻ്റെ പാതയ്ക്ക് വ്യതിയാനമുണ്ടാകുന്ന ഫിനോമിനയാണ് സ്കാറ്ററിംഗ് എന്ന് നമുക്കറിയാം. നമുക്കിവിടെ ഇതിൻ്റെ ഡെഫിനിഷനിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റ്. സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റ് ബേസിക്കലി റെപ്രസെൻറ്റ് ദ ചേഞ്ച് ഇൻ ഡയറക്ഷൻ ഓഫ് ലൈറ്റ്. പ്രകാശത്തിൻ്റെ പാതയിലെ വ്യതിയാനത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത്. Scattering of light basically represent the change in direction of light. ലൈറ്റിൻ്റെ ഡയറക്ഷനിലുണ്ടാകുന്ന ചേഞ്ചിനെ അതിനെയാണ് നമ്മൾ സ്കാറ്ററിംഗ് എന്ന് പറയുക. നമ്മൾ ഒരു പോയിന്റ് നോട്ട് ചെയ്തു. ദെൻ വെൻ സൺലൈറ്റ് പാസസ് ത്രൂ എർത്ത് അറ്റ്മോസ്ഫിയർ, സൺലൈറ്റ് എർത്തിൻ്റെ അറ്റ്മോസ്ഫിയറിൽ കൂടെ സഞ്ചരിക്കുമ്പോൾ മോസ്റ്റ് ഓഫ് ദ ലൈറ്റ് ഈസ് സ്കാറ്റേർഡ് ബൈ, അല്ലെ, വെൻ സൺലൈറ്റ് പാസസ് ത്രൂ ദ അറ്റ്മോസ്ഫിയർ, സ്ട്രൈറ്റ് ലൈനായിട്ട് പാസ് ചെയ്തു, ദെൻ ഇറ്റ് സ്ട്രൈക്സ് ഓൺ ദ ഡസ്റ്റ് പാർട്ടിക്കിൾ. വാട്ട് ഹാപ്പൻസ്? ഇറഗുലർ ആയിട്ട് റിഫ്ലക്റ്റ് ചെയ്തു പോയി. ഓർ സ്മോക്ക് പാർട്ടിക്കിൾ, ഓർ വാട്ടർ ഡ്രോപ്ലെറ്റ്സ്, ഓർ എനി അതർ പാർട്ടിക്കിൾ ഇൻ ദ ലോവർ പോർഷൻ ഓഫ് അറ്റ്മോസ്ഫിയർ. അറ്റ്മോസ്ഫിയറിലുള്ള ഏത് പാർട്ടിക്കിൾ ആണെങ്കിലും ലൈറ്റ് വന്ന് തട്ടിക്കഴിഞ്ഞാൽ വാട്ട് ഹാപ്പൻസ്? irregular reflection happens. Irregular reflection happens. This irregular reflection of light is called scattering. This phenomena is known as scattering. When sunlight passes through the atmosphere, passing in a straight line, passes through the atmosphere, sunlight strikes on the tiny particle in the atmosphere like dust particle, smoke particle, water droplets or any other particle in the atmosphere, and irregular, there is no regular order, kramamaya oru order illa, there is no order, that's why we are saying irregular and partial, bhagigamayittu reflection of light happens. adinde irregular partial ആയിട്ടുള്ള ലൈറ്റിന് റിഫ്ലക്ഷൻ ഉണ്ടാകുന്നു. This phenomena is known as സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റ്. ഇതിനെയാണ് നമ്മൾ സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത്. നമ്മൾ ആകാശത്ത് എവിടെ നോക്കിക്കഴിഞ്ഞാലും ബ്ലൂ നിറത്തിൽ, ബ്ലൂ കളർ, ബ്ലൂ സ്കൈ, നീലാകാശം കാണപ്പെടുന്നു. ഇതിന് കാരണം സ്കാറ്ററിംഗ് ആണ്. നമ്മൾ ഇരിക്കുന്ന റൂമിൽ പ്രകാശം പരക്കുന്നതിന് കാരണം സ്കാറ്ററിംഗ് ആണ്. സ്കാറ്ററിങ്ങുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് സിഗ്നൽ ലൈറ്റുകൾ റെഡ് ഉപയോഗിക്കുന്നത്. സ്കാറ്ററിങ്ങിൻ്റെ ഒരു പ്രത്യേകത കൊണ്ടാണ്, അല്ലെങ്കിൽ റെഡ് ലൈറ്റും സ്കാറ്ററിങ്ങും തമ്മിലുള്ള ഒരു ബന്ധം കാരണം കൊണ്ടാണ്. ഫാക്ടറികളുടെയൊക്കെ മുകളിൽ ആകാശം നീല കളറിന് പകരം ചാരനിറത്തിൽ കാണപ്പെടുന്നു. ഇതും സ്കാറ്ററിങ്ങുമായി ബന്ധപ്പെട്ടതാണ്. സോ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ, നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ള ഒരു ഫിനോമിന തന്നെയാണ് സ്കാറ്ററിങ്. ആ സ്കാറ്ററിങ്, വെൻ സൺലൈറ്റ് പാസസ് ത്രൂ ദ അറ്റ്മോസ്ഫിയർ, ഇറ്റ് സ്ട്രൈക്സ് ഓൺ ദ ടൈനി പാർട്ടിക്കിൾ ഇൻ ദ അറ്റ്മോസ്ഫിയർ ആൻഡ് ഇറഗുലർ ആൻഡ് പാർഷ്യൽ റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് ഹാപ്പൻസ്. ദിസ് ഫിനോമിന ഈസ് സ്കാറ്ററിങ്. ബേസിക്കലി റെപ്രസെൻറ്റ് ദ ചേഞ്ച് ഇൻ ഡയറക്ഷൻ ഓഫ് ലൈറ്റ്. ഇതുകൊണ്ട് ബേസിക്കലി ഉദ്ദേശിക്കുന്നത് ലൈറ്റിൻ്റെ ഡയറക്ഷനിലുണ്ടാകുന്ന ചേഞ്ച് എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇതാണ് നമ്മുടെ ഒരു ടോപ്പിക്.